ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 92% ആൾക്കാരും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ബ്രാൻഡ് ഏതാണെന്ന് ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ആപ്പിളിന്റെ ഐഫോൺ വാങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ വാങ്ങുന്നത് ആപ്പിൾ എന്ന ബ്രാൻഡാണ്. അവർ കൃത്യമായി പ്രീമിയം ബ്രാൻഡ് ബിൽഡ് ചെയ്തതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പ്രീമിയം ഫോൺ വാങ്ങുന്നതിനായി ആപ്പിൾ എന്ന ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആപ്പിളിന്റെ ഐഫോൺ നിർമ്മിക്കുന്നതിനായി $10 താഴെ മാത്രമേ ചിലവാകുന്നുള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയും വലിയ വലിയ എഞ്ചിനീയേഴ്സിനെ, അതായത് വേൾഡിലെ തന്നെ നമ്പർ 1 എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവർക്ക് ശമ്പളമായും മറ്റും നല്ലൊരു തുക ചിലവാക്കുന്നുണ്ട്. അക്കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അവർ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു പ്രീമിയം ബ്രാൻഡ് ബിൽഡ് ചെയ്തതുകൊണ്ടാണ് പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ സാധിക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ പ്രൊഡക്റ്റോ സർവീസിന് വേണ്ടി ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ചില പ്രാക്ടിക്കൽ വശങ്ങൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തേത്, നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അവരുടെ വയസ്സ്, പ്രിഫറൻസ്, ലൊക്കേഷൻ, അതുപോലെ അവരുടെ ജെൻഡർ കൃത്യമായി മനസ്സിലാക്കണം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പെയിൻ പോയിന്റ്സ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അവർ നേരിടുന്നതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അത് എങ്ങനെ സോൾവ് ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് കൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും എന്നതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കസ്റ്റമറിനെ കുറിച്ച് കൃത്യമായി നമുക്ക് അറിയാമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വീഡിയോ കണ്ടന്റും ഇമേജ് കണ്ടന്റും വരുന്നുണ്ട്. നമ്മൾ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉറപ്പാക്കേണ്ടത് അതിന്റെ ക്വാളിറ്റിയാണ്. ഞാനിവിടെ ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ടാണ്. എനിക്ക് ഇവിടെ ഒരു മൂവിയുടെ റിവ്യൂ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസുമായി ബന്ധപ്പെട്ടവയാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നമുക്ക് വൈറൽ കണ്ടന്റുകൾ ഉപയോഗിക്കാം, എന്നാൽ അതും നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസുമായി ബന്ധപ്പെട്ടവയായിരിക്കണം. സ്ഥിരമായി കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ കണ്ടന്റുകൾക്ക് വേണ്ടി കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായി ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ, കസ്റ്റമറിന് ഉപയോഗമുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കുക. കസ്റ്റമറിനെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സംശയങ്ങൾ മനസ്സിലാക്കി കണ്ടന്റുകൾ നിർമ്മിക്കുക. കണ്ടന്റ് ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കും. കമന്റ് സെക്ഷനുകൾ ഏറ്റവും നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഐഡിയ കിട്ടുന്ന ഒരു മേഖലയാണ് കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഗൂഗിളിന്റെ ചില ടൂളുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾ ട്രെൻഡ്, ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആൻസർ ദ പബ്ലിക് എന്നൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഇതിലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കണ്ടന്റുകൾ നിർമ്മിക്കാം എന്നുള്ള ഐഡിയ ലഭിക്കും. പിന്നീട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വലിയ ഒരു ഇൻഫ്ലുവൻസറെ, അതായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. 10,000-ൽ താഴെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിക്കാൻ സാധിക്കും. പഠനങ്ങൾ പറയുന്നത് ചെറിയ വ്ളോഗേഴ്സിനാണ് കസ്റ്റമേഴ്സിനെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നാണ്. അതായത് വലിയ വലിയ വ്ളോഗേഴ്സ് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് സ്പോൺസേർഡ് കണ്ടന്റുകൾ ഇറക്കുന്നതെന്ന് ഇപ്പോൾ ഓഡിയൻസിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്ളോഗേഴ്സിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി കൂടുതലായിരിക്കും. എന്നാൽ ആ വ്ളോഗർ നമ്മുടെ നീഷിലുള്ളത് ആയിരിക്കണം എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മളൊരു ട്രാവൽ ബാഗാണ് വിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗറെയാണ്. ഒരു ഫുഡ് വ്ളോഗറെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കൃത്യമായി നീഷിലുള്ള വ്ളോഗറെ തന്നെ ഉപയോഗിക്കണമെന്നത്. അതുമാത്രമല്ല, ഫോളോവേഴ്സിനോട്ട് കൃത്യമായി എൻഗേജ് ചെയ്യാൻ സാധിക്കണം. അവർ ചിലപ്പോൾ കമന്റ് സെക്ഷനിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചെന്ന് വരാം, ചില കമന്റുകൾ രേഖപ്പെടുത്തിയെന്ന് വരാം. ഇതിന് കൃത്യമായി നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ഥിരമായി കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതും ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിലുമാണ് കാര്യം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോയുടെയും ഇമേജസിന്റെയും ക്വാളിറ്റി കൃത്യമായി ഉറപ്പാക്കുക. കസ്റ്റമറിന്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് ആവശ്യമുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, സ്ഥിരമായി പോസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കും.